ഹലോ ഗായ്സ്. അപ്പൊ നമ്മൾ ഇന്ന് സോഷ്യോളജിയിലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസ് എ ക്വസ്റ്റ്യനിലായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും. ഈ പേര് കണ്ടപ്പോ സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും, അയ്യേ ഇതൊന്നല്ലേ, പിന്നെ ഇതെന്ത് ഇത്ര വലിയ ടോപ്പിക് ആയിട്ടൊന്ന്. എന്നാ അതൊന്നല്ല, ചെറിയ മൈനോറിറ്റി ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. അപ്പോ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതൊരു ഓൾമോസ്റ്റ് ഒരു 2 ഇയർ ബാക്ക് വരെ കണ്ടിന്യൂസ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, പിന്നെ കുറച്ച് റൂറൽ അർബൻ പ്രോബ്ലംസ്, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞ് ലാഗാക്കുന്നില്ല, സ്ട്രേറ്റ് ടു ദ ടോപ്പിക്. ഓക്കെ, ആദ്യം സൊസൈറ്റിയുടെ ഒരു ഡെഫിനിഷൻ ആണ്. സൊസൈറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, സൊസൈറ്റി എന്ന വേർഡ് ഡിറൈവ് ചെയ്തെടുത്തത് ഒരു ലാറ്റിൻ വേർഡായ സോഷ്യസ് എന്നതിൽ നിന്നാണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ്, ഒരു കമ്പാനിയൻഷിപ്പ്, ഒരു ഒത്തൊരുമ, ഒരു സമൂഹം ആണ് സൊസൈറ്റിയുടെ മലയാളം വേർഡ്. ഒരു ഒത്തൊരുമയൊക്കെ വരുന്ന ഒരു വേർഡ് ആണ് സോഷ്യസ് എന്ന് പറയുന്നത്. സൊസൈറ്റി ഈസ് എ ലാർജ് ഗ്രൂപ്പ് ദാറ്റ് ഷെയർ എ സെയിം ജിയോഗ്രഫിക്കൽ ഏരിയ. അപ്പൊ ഈ വാക്ക് മറക്കരുത്, ലാർജ് ഗ്രൂപ്പ്. അപ്പൊ ഓർക്കണം, സൊസൈറ്റിയുടെ ഫസ്റ്റ് പോയിന്റ് ഇത് തന്നെയാണ്. ലാർജ് ഗ്രൂപ്പ് ആണ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു സെയിം ജിയോഗ്രഫിക്കൽ ടെറിട്ടറി കാണും. അതായത് ഒരു അത്യാവശ്യം വലിയ ഒരു ഇപ്പൊ നമ്മളിപ്പോ ഇലക്ഷൻ ഒക്കെ കണ്ടു കാണും. ഒരു ഒന്നോ രണ്ടോ ചെറിയ ചെറിയ പഞ്ചായത്തൊക്കെ ചേർന്ന് ഓൾമോസ്റ്റ് ഒരു സെയിം ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് കവർ ചെയ്യുന്ന ഒരു ജിയോഗ്രഫിക്കൽ ടെറിട്ടറിയിൽ വരുന്ന കുറച്ച് ആൾക്കാർ, അവരെല്ലാം കൂടെ ചേർന്ന് വരുന്നതിനാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. അവർ ഓഫ് കോഴ്സ് ഒരു ഷെയർ എ കോമൺ കൾച്ചർ ആണ്. ഒരു കോമൺ കൾച്ചർ ആയിരിക്കും, സോഷ്യൽ സ്ട്രക്ചറും അങ്ങനത്തെ ഈ ലൗസും എല്ലാം അവർക്ക് ഒരേപോലത്തെ കുറച്ച് ഫീച്ചേഴ്സ് ആയിരിക്കും സൊസൈറ്റിയിൽ വരുന്നത്. അപ്പൊ ആ വേർഡ് മറക്കണ്ട, ലാർജ് ഗ്രൂപ്പിംഗ്. ഓക്കെ, അപ്പൊ അടുത്ത് സൊസൈറ്റിയുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈ സൊസൈറ്റിയുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സിലെ മെയിൻ വരുന്നത്, ഓഫ് കോഴ്സ് ഇതൊരു പീപ്പിൾ ആയിട്ട് കൺസിസ്റ്റ് ചെയ്യുന്നതാണ്. ഒട്ടനവധി പീപ്പിൾസ് ചേർന്ന് ഓൾമോസ്റ്റ് ഒരു 1000, 1500, 2000 ആൾക്കാരൊക്കെ ചേർന്ന് വരുന്നതായിരിക്കും ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. അടുത്ത് ഇവർക്ക് മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അവയർനെസ്സും ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷനും കാണും. എല്ലാവർക്കും പരസ്പരം അറിയാം. ഒരു സോഷ്യൽ ആയിട്ടുള്ള നല്ലൊരു അവയർനെസ് അവർ തമ്മിലുണ്ട്. തമ്മിൽ നല്ല ബോണ്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സൊസൈറ്റി ഡിപ്പെൻസ് ഓൺ ലൈക്നെസ്, ഒരു പരസ്പരം ഒരു താല്പര്യം, ഇവർക്കൊരു ആ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ അവർ ഇഷ്ടപ്പെട്ടൊക്കെ താമസിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഓഫ് കോഴ്സ് ഒരു കുറച്ചധികം വലിയൊരു ഗ്രൂപ്പാണ്. അപ്പൊ അതിന്റെ ഇടയിൽ തന്നെ ചെറിയൊരു ഡിഫറൻസസും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ അവരുടെ എന്താണ്, ഒരു കോഓപ്പറേഷൻ ഉണ്ട്. ഡിവിഷൻ ഓഫ് ലേബറിൽ, ഈ തൊഴിലിന്റെ ഒരു ഡിവിഷനിൽ അവർക്കൊരു കോർപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് സൊസൈറ്റി ഫംഗ്ഷൻ ഇന്റർഡിപെൻഡന്റ്ലി ടു, അവര് ഒരു പരസ്പര ബന്ധം പല കാര്യങ്ങളിലും ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ ആയിട്ട് അവർക്കൊരു പരസ്പരമായിട്ടുള്ള ഒരു ബന്ധം കാണുന്നു. അപ്പൊ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും മറക്കണ്ട. സിമ്പിൾ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതും നിങ്ങളുടെ എക്സാമിന് ഇതുപോലെ എഴുതാൻ പറ്റട്ടെ. അപ്പൊ അടുത്ത് നമുക്ക് വരുന്നത്, സൊസൈറ്റിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്താ, റൂറലും അർബനും. അറിയാം, റൂറൽ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമീണ പ്രദേശമാണ്. അർബൻ എന്ന് പറയുമ്പോൾ ഒരു നഗരം, ഒരു ടൗണോ നഗരം ഒക്കെ ആയിട്ട് വരുന്നതാണ്. നിങ്ങളുടെ എല്ലാവരെയും ചുറ്റുപാടും തന്നെ അങ്ങനത്തെ ഇത് കാണും. ഇപ്പൊ മോസ്റ്റ്ലി ആൾക്കാരൊക്കെ താമസിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലായിരിക്കും, സിറ്റീസിൽ നിന്ന് കുറച്ച് മാറി. എന്നാൽ കുറച്ച് ആൾക്കാർ കറക്റ്റ് സിറ്റി സെന്ററിലായിരിക്കും. ഇപ്പൊ ഈ എറണാകുളം സിറ്റി, ട്രിവാൻഡ്രം, അങ്ങനെയൊക്കെ കുറച്ച് സിറ്റീസിലൊക്കെ അർബൻ എന്ന് പറയാം. മറ്റേത് റൂറൽ ഏരിയസ് എന്ന് പറയാം. ഈ റൂറൽ ഏരിയ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് സ്മാൾ സെറ്റിൽമെന്റ് ആണ്. ഔട്ട്സൈഡ് ദ ബൗണ്ടറീസ് ഓഫ് സിറ്റീസിൽ നിന്ന് ഔട്ട്സൈഡ് ദ ഏരിയ ആണ്. ഒരു കൊമേഴ്ഷ്യലോ ഇൻഡസ്ട്രിയലോ ഏരിയയിൽ നിന്ന് ഔട്ട്സൈഡ് ആണ്. കൺട്രി സൈഡ് എന്നൊക്കെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് കമ്പാരിറ്റീവ്ലി അവിടെ ഒരു എന്താണ്, ലോ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ആണ്. ആൾക്കാർക്ക് വലിയ തിങ്ങിത്തിരിക്കൊന്നും നിൽക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല. കുറച്ച് എന്താ വൈഡായിട്ട് നല്ല വയൽ പ്രദേശവും നല്ല അന്തരീക്ഷവും ക്ലൈമറ്റും പച്ചപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു കോമൺ സ്ഥലം. കൂടുതലും അഗ്രികൾച്ചറും അനിമൽ ഹസ്ബൻഡറി ഒക്കെ ആയിരിക്കും. പിന്നെ കുറച്ച് കോട്ടേജ് ഇൻഡസ്ട്രിയും അങ്ങനെ അതൊക്കെ ആയിരിക്കും അവരുടെ സാധാരണ ഇൻകം. നമ്മൾ ഇത് എഴുതുമ്പോൾ കുറച്ച് പഴയ ചിന്താഗതിയൊക്കെ വെച്ച് അങ്ങ് എഴുതിയാൽ മതി. അതാണ് ഈ സോഷ്യോളജിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള തീം. ഇപ്പൊ നമ്മുടെ ലൈവ് നമ്മൾ എന്ത് കാണുന്നു എന്നല്ല, നോർമലി കുറച്ചൊരു 10-20 വർഷം മുമ്പ് ഒരു സൊസൈറ്റി എങ്ങനെയായിരുന്നു അതൊക്കെ വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത റൂറൽ സൊസൈറ്റിയിലെ കുറച്ച് ഇതുണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ കമ്മ്യൂണിറ്റി കോൺഷ്യസ്, അവര് എന്താണ്, എല്ലാവരും നാട്ടുമ്പുറമൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇപ്പൊ അറിയാലോ, വൈകുന്നേരങ്ങളിലൊക്കെ ആകുമ്പോൾ ഗോസിപ്പുകളും തമാശകളും ചായക്കടകളും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന ഒരു ചെറിയ സൊസൈറ്റിയാണ് ഈ റൂറൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ. അവിടെ കമ്മ്യൂണിറ്റി കോൺഷ്യസ്നസ് കൂടുതലാണ്. നൈബർഹുഡ്, പരസ്പരം നല്ല അയൽക്കാരെല്ലാം നന്നായിട്ട് അറിയാം. ഹോമോജീനസ് ആണ്. ഹോമോജീനസ് എന്ന് പറയുമ്പോൾ എന്താ,
ഹോമോ എന്ന വാക്കിനർത്ഥം ഒരുപോലെയുള്ളത്, ഏകദേശം സെയിം ആയിട്ടുള്ള ഇതാണ് ഹോമോജീനസ്. അതിനൊരു ഓപ്പോസിറ്റ് വേർഡ് ഉണ്ട് ഹെട്രോജീനസ്. അപ്പൊ അത് ഓഫ് കോഴ്സ് നമുക്കത് അർബനിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വേർഡാണ് ഹോമോജീനസ്, ഹെട്രോജീനസ്. അപ്പൊ റൂറല് ഹോമോജീനസ്. പിന്നെ ജോയിന്റ് ഫാമിലീസ് ഒരുപാടുണ്ട്, റിലീജിയസ് ഫെയ്റ്റ് ആണ്, സിംപ്ലിസിറ്റി ആണ്, റിഫോംസ്. പിന്നെ ഗ്രാമപ്രദേശമൊക്കെ ആകുമ്പോൾ കുറച്ച് പോവർട്ടിയും ഇല്ലിട്രസി ഒക്കെ കാണും. കാരണം ആൾക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞു കൃഷിയും അനിമൽ ഹസ്ബൻഡറി ഒക്കെ ആയിരിക്കും ഇവരുടെ മെയിൻ ഒക്യുപ്പേഷൻ. അപ്പൊ അതിന്റെ ഒരു പോവർട്ടി കാര്യങ്ങളൊക്കെ കാണും. പിന്നെ ഭയങ്കരമായിട്ട് കൾച്ചറലി ഇൻവോൾവ് ആയിരിക്കും. കാരണം അവിടുത്തെ റിച്വൽസ്, എന്താ ആഘോഷങ്ങളൊക്കെ ഭയങ്കര കൾച്ചറലാണ്. പിന്നെ ഒക്യുപ്പേഷണലിന്റെ കാര്യം പറയുന്നുണ്ട്, ഡിവിഷൻ ഓഫ് ലേബർ. ഇതെല്ലാം റൂറൽ സൊസൈറ്റിയുടെ ഒരു ഫീച്ചറാണ്. അപ്പൊ അടുത്ത് അർബൻ സൊസൈറ്റി. നമ്മൾ നേരത്തെ ചിന്തിച്ചതിന്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുമ്പോൾ ഭയങ്കര നമ്മളൊരു സിറ്റി ആലോചിച്ച് നോക്കുക. ഒരു നിങ്ങളുടെ ടൗണോ സിറ്റിയോ ഒക്കെ, അവിടെ ഭയങ്കര പോപ്പുലേഷൻ ആയിരിക്കും അല്ലെ. വൈകുന്നേരങ്ങളിലൊക്കെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര വണ്ടിയും തിരക്കും ഒരുപാട് കടകളും ഒക്കെ ആയിട്ടായിരിക്കും. അവിടെ ആൾക്കാരെന്താ ഭയങ്കര ഡെൻസ്ലി ആയിരിക്കും പോപ്പുലേറ്റ് ചെയ്യുക. അവിടെ കൂടുതലും ആൾക്കാർക്ക് പ്രത്യേകം അവര് പരസ്പരം അധികം ആരെയും തൊട്ടടുത്ത ഫ്ലാറ്റിലൊക്കെ ഉള്ളവരെ പോലും അറിയത്തില്ലായിരിക്കും. പക്ഷെ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലെ. ഭയങ്കര ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ്. ഇവിടെ കൂടുതലും ആൾക്കാർ കൂടുതലും ബിസിനസ് ഓറിയന്റഡ് ആയിരിക്കും, ട്രേഡ്, കൊമേഴ്സ്, അങ്ങനത്തെ ഇതായിരിക്കും അവർ കൂടുതലും ഉള്ളത്. നിങ്ങൾ തന്നെ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കുക, എന്താണ് റൂറലും എന്താണ് അർബനും എന്നുള്ളത്. അത് മാത്രം എഴുതിയാൽ മതി ഈസി ആയിട്ട്. പിന്നെ അടുത്ത ഹൈ സ്കെയിൽ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ കാണും. കാരണം ഒരുപാട് നമ്മളിപ്പോ ഒരു സാധനം വാങ്ങണം, ഒരു മൊബൈൽ വാങ്ങണം, ഒരു ലാപ്ടോപ്പ് വാങ്ങണം, നമ്മൾ എന്താ ഓടി നേരെ സിറ്റിയിലോട്ടായിരിക്കും പോവുക. കാരണം അവിടെ ഒരുപാട് കടകളുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ മെയിൻ തീമും. അർബൻ സൊസൈറ്റിയിൽ ഒരുപാട് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണും. അവിടെ ബെറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കാണും. ആ വാക്ക് നോക്കി വെച്ചോളെ, ബെറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. കാരണം നമുക്കത് ഫോളോയെങ്കിലും ആ വാക്ക് ഓർമ്മയുണ്ട്. നമ്മളെല്ലാവരും ജോലിയിലോട്ട്, നമ്മുടെ ചേട്ടനോ ചേച്ചിയോ ഒക്കെ എല്ലാവരും ജോലിയിലോട്ട് വന്ന സിറ്റിയിലോട്ടോ ടൗണിലോട്ടോ ആയിരിക്കും. കാരണം അവിടെ കുറച്ചുകൂടെ ജോലിക്ക് കുറച്ചുകൂടെ അവിടെ കുറച്ചുകൂടെ ആൾക്കാരെ ആവശ്യമാണ്, കുറച്ചുകൂടെ മണി അവിടെയൊക്കെയാണ് കിട്ടുന്നത് റൂറൽ ഏരിയക്കാൾ. അതിന്റെ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ട്. ബെറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ അടുത്ത് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. നെയിംലെസ്നെസ്, നമുക്ക് പ്രത്യേകിച്ച് അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആരെയൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഹോംലെസ്നെസ് എന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്ന് നമ്മൾ സിറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് താമസമൊന്നും കിട്ടണമെന്നില്ല. കാരണം ഭയങ്കര ആൾക്കാർ ഓൾറെഡി അവിടെ ഹൈലി ഡെൻസ്ഡ് ആണ്. ഉള്ള സ്ഥലത്തെല്ലാം ആൾക്കാർ തിങ്ങി നിറങ്ങി നിൽക്കുകയാണ്. പിന്നെ ക്ലാസ് എക്സ്ട്രീംസ് കാണും. ഓരോ ക്ലാസ് ആൾക്കാർ കാണും. ഇപ്പൊ ഒരു വലിയ ഡോക്ടറും ഒരു എഞ്ചിനീയറും ഒരു അഡ്വക്കേറ്റോ ജഡ്ജിയോ എല്ലാവരും ഒക്കെ തിങ്ങി നിറയ്ക്കുന്ന ഒരു ഇതായിരിക്കും. അപ്പൊ അവിടെ ഒരു സാധാരണക്കാരൻ പോയി കഴിഞ്ഞാൽ ഒരു ക്ലാസ് ഡിഫറൻസ് അവിടെ ഫീൽ ആവും. പിന്നെ സോഷ്യൽ ഹെട്രോജനിസിറ്റി ഉണ്ട്, ഒക്കുപേഷണൽ മൊബിലിറ്റി ഉണ്ട്. നമുക്ക് ഒക്കുപേഷണലി പെട്ടെന്ന് മൊബൈലായിരിക്കും, പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് വേറെ ഇതൊക്കെ പോകാൻ പറ്റും. അങ്ങനത്തെ കുറെ സ്റ്റാറ്റസ് ഓഫ് വുമൺ, റിലീജിയൻ, ഡിവിഷൻ ഓഫ് ലേബർ, അതെല്ലാം ഈ അർബൻ ഏരിയയിൽ കുറച്ചുകൂടെ വ്യത്യാസമാണ്. കാരണം ഇപ്പൊ അറിയാം, നമ്മുടെ ഒരു ചേച്ചിക്കോ അമ്മയ്ക്കോ ഒക്കെ ഒരു നാട്ടില് പെട്ടെന്നൊരു ജോലി കിട്ടാൻ പാടായിരിക്കും. പക്ഷെ ഒരു അർബൻ ഏരിയയിലോട്ട് പോകുമ്പോൾ അവിടെ ഭയങ്കര ഇതായിരിക്കും. കാരണം അവിടെ സെയിൽസ്, ഒരു തുണിക്കടയൊക്കെ നോക്കുമ്പോൾ സെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത് അർബൻ സൊസൈറ്റി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് കമ്മ്യൂണിറ്റിയുടെ ഒരു ഡെഫിനിഷൻ നോക്കാം. സൊസൈറ്റിയുടെ ഒരു ഡെഫിനിഷൻ നോക്കി അടുത്ത് കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരു ലാർജ് ഗ്രൂപ്പ് ആണ് അല്ലെ. അപ്പൊ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നേരെ തിരിച്ചാണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പ് ആണ്. ഈ കുറെ കമ്മ്യൂണിറ്റീസ് ചേരുമ്പോഴാണ് ഒരു സൊസൈറ്റി ആവുന്നത് കേട്ടോ. ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണും. ഇത് തന്നെയാണ് അതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ചെറിയ കമ്മ്യൂണിറ്റി ആകുമ്പോൾ നമുക്ക് ഈ ഫിഷർമാൻസ് ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ്. അതുപോലെ ഈ ചിന്തയിൽ ഒരു ചെറിയ കുലത്തൊഴിലൊക്കെ ചെയ്യുന്ന ഈ ആശാരിമാര്, അങ്ങനെ അവര് കുറച്ച് പേര്, ഒരു 10-20 ഫാമിലീസ് മാത്രം ഒരു സ്ഥലത്ത് താമസിക്കുന്നെങ്കിൽ അവരൊരു കമ്മ്യൂണിറ്റിയാണ്. ഈ ട്രൈബൽ ഏരിയാസ്, ഈ ഒരു ട്രൈബൽ പീപ്പിൾസ്, കാട്ടിൽ ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെല്ലാരും ചേർന്ന ഒരു ചെറിയൊരു കൾച്ചർ കാണും. അവരെല്ലാം ഒരു കമ്മ്യൂണിറ്റിയാണ്. അങ്ങനെ ഈ കാട്ടിൽ ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഇവരെല്ലാരും ഒരു 5-6 ഗ്രൂപ്പ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഇത് ഓരോന്നും ഓരോ കമ്മ്യൂണിറ്റിയാണ്. ഇവർ ഓൾ ടുഗദർ നമ്മൾ നോക്കുമ്പോൾ ഇവരൊരു സൊസൈറ്റിയാണ്. അതാണ് എന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ കമ്മ്യൂണിറ്റീസ് ചേർന്നാണ് ഒരു വലിയ സൊസൈറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ സെയിം ആണ്, ഇവരുടെ ഫീച്ചേഴ്സും അതിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. പറഞ്ഞല്ലോ, ഫിഷർമാൻസും അവർ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ്. കാരണം അവരുടെ ജോബ് ഏറെക്കുറെ സെയിം ആണ്. അവരുടെ ലാംഗ്വേജ് നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. അവരുടെ ഓൾമോസ്റ്റ് എല്ലാ ജീവിതശൈലി, എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പൊ അത് അവരെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് പറയാം. ഇനി നമുക്ക് ഇതിന്റെ ഡിഫറൻസ്, നമ്മൾ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ കാണും. ഈ ടേബിൾ നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഡെഫിനേഷൻ ഉണ്ട്. കമ്മ്യൂണിറ്റി ഇസ് എ ഗ്രൂപ്പ് ഓഫ് ലിവിങ് സെയിം പ്ലേസ്,
ഒരു സെയിം പ്ലേസിൽ താമസിക്കുന്നു, സെയിം ഫീച്ചേഴ്സ് ആയിരിക്കും അവർക്കുള്ളത്. ജോബ്, ടോക്ക്, അവരുടെ ലൈഫ് സ്റ്റൈൽ, രാവിലെ തൊട്ട് ഉച്ചവരെ എന്ത് ചെയ്യുന്നു, ഉച്ചയ്ക്ക് ശേഷം എന്ത് ചെയ്തു, രാത്രി എല്ലാം ഓൾമോസ്റ്റ് ഏകദേശം സെയിം ആയിരിക്കും. സൊസൈറ്റി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലിയ ടെറിട്ടറിയാണ്, കുറച്ചുകൂടെ കൾച്ചർ കൂടുതലാണ്, ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അപ്പൊ പീപ്പിളിന്റെ കേസ് പറയുന്നുണ്ട്, അവര് കമ്മ്യൂണിറ്റിയിൽ എന്താണ് കോമൺ ആണ്, മറ്റേ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഇന്ററാക്ഷൻസും അങ്ങനെയാണ്. കമ്മ്യൂണിറ്റിയിൽ അറിയാം, ചെറിയ ഗ്രൂപ്പ് ആകുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ഷനും ബോണ്ടിങ്ങും ഒക്കെ കാണും. സൊസൈറ്റിയിൽ വരുമ്പോൾ അങ്ങനെയല്ല, വാസ്റ്റ് നെറ്റ്വർക്ക് ആണ്. ആ വാസ്റ്റ് നെറ്റ്വർക്ക് ഒക്കെ നല്ല വേർഡാണ് കേട്ടോ, നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഡൈവേഴ്സിറ്റിയും കാണും. ഞാൻ നേരത്തെ പറഞ്ഞ വേർഡ് വന്നത് ഹോമോജീനസും ഹെട്രോജീനസും. ഹോമോജീനസ് എന്ന് പറയുമ്പോൾ ഒരേ തരത്തിലുള്ള ഡൈവേഴ്സിറ്റി, ആൾക്കാരുടെ ഡൈവേഴ്സിറ്റി ഒരേ തരത്തിലുള്ള കുറച്ച് ആൾക്കാരായിരിക്കും. ഓഫ് കോഴ്സ് സൊസൈറ്റിയിൽ വരുമ്പോൾ ഹെട്രോജീനസ് ആണ് എന്ന് പറഞ്ഞാൽ വൈവിധ്യമാർന്ന, കുറച്ച് വ്യത്യാസമുള്ള കണത്തിലുള്ള ആൾക്കാരായിരിക്കും. ബട്ട് ടോട്ടലി അല്ല, ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ കാണും. എന്നാലും അവരൊരു ഹൈ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു സൊസൈറ്റി മെമ്പേഴ്സ് ആണ്. അത് സൈസ് അറിയാം, നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണാം, സ്മാൾ ആണ്, അപ്പുറത്തെ ലാർജ് ആണ്. ലൊക്കാലിറ്റി അത് തന്നെ, അവർക്ക് എന്താണ് സെയിം പ്രൊവിഡൻസ് ആയിരിക്കും. അവരെന്താ, ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ്, ഒരു ഫിഷർമാൻ, അവരുടെ എല്ലാവരുടെയും ഇൻകമും അവരുടെ എല്ലാവരുടെയും ഒരു ലൊക്കാലിറ്റി എല്ലാം ഒരു എന്താണ് കടൽ തീരത്തായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളിൽ അവർ സെയിം ആയിരിക്കും. പക്ഷെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അല്ല, കുറച്ചുകൂടെ ഒക്കെ ഒരു വ്യത്യാസം വരും. ഒരു കടൽ തീരത്തുനിന്ന് ഒരു 5-6 കിലോമീറ്റർ മാറിയാലും ഈ സൊസൈറ്റി എന്നുള്ള രീതിയിൽ അവരൊരു സെയിം ജിയോഗ്രഫിക്കൽ ഏരിയ ആണ്. ബട്ട് യെസ്, അത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അടുത്ത് നമുക്ക് കുറച്ച് റൂറൽ പ്രോബ്ലംസും അർബൻ പ്രോബ്ലംസും നോക്കാം. അതിൽ റൂറൽ പ്രോബ്ലംസിൽ അറിയാം, കുറച്ച് നമ്മളിപ്പോ കുറച്ചൊന്ന് പിന്നോട്ട് ചിന്തിക്കുക. കാരണം ഇപ്പൊ നമ്മുടെ ഹെൽത്ത് സിസ്റ്റമും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡെവലപ്ഡ് ആയി. എന്നാൽ ഒരു 10-15 വർഷം മുമ്പ് ഈ റൂറൽ പ്രോബ്ലംസിൽ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അല്ലേ. പുവർ സാനിറ്റേഷനും അൺഹൈജീനിക് പ്രാക്ടീസും. കാരണം ആൾക്കാർക്ക് അവർ ചെറിയ തരത്തിലുള്ള ജോലിയൊക്കെ ചെയ്ത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അപ്പൊ അവർക്കുള്ള എഡ്യൂക്കേഷൻ ഒക്കെ കുറവായിരുന്നത് കൊണ്ട് പുവർ സാനിറ്റേഷൻ ആണ്, അൺഹൈജീനിക് പ്രാക്ടീസ് ആണ്. ഇപ്പൊ അങ്ങനെ ഇല്ലെങ്കിലും നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ജസ്റ്റ് ആ ഒരു ചിന്ത മാത്രം വന്നാൽ മതി. അടുത്തത് ചൈൽഡ് ബർത്ത് അൺസേഫ് ആണ്. നമ്മൾ എന്താണ് കുറെ പഴയ നാട്ടിൽ കുറെ അമ്മമാരൊക്കെ ആയിരിക്കും പ്രസവങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ് കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ അല്ല, ഇപ്പൊ കേരളത്തിൽ 100% ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ആണ്. അപ്പോ ക്ലീൻ വാട്ടറിന്റെ കുറവ്, പുവർ സാനിറ്റേഷൻ, ലോ ഹെൽത്ത് അവയർനെസ്, ഷോർട്ടേജ് ഓഫ് ഡോക്ടർ. PHCയുടെ ഒക്കെ ഒരു ഹോസ്പിറ്റലിൽ ഒരു 1-2 ഡോക്ടർ കാണും, ഒരു 1-2 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് അവരങ്ങ് പോകും. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ റൂറൽ പ്രോബ്ലംസിൽ നമുക്ക് എഴുതാം. പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒത്തിരി ഉണ്ടായിരുന്നു. ഹെൽത്ത് വർക്കേഴ്സ് ഒക്കെ ഒരുപാട് പണിപ്പെട്ടിട്ടാണ്, നമ്മളെല്ലാവരും പണിപ്പെട്ടിട്ടാണ് ഇതുവരെ എത്തിയത്. ഇനി നിങ്ങളും സർവീസിലോട്ട് വരുമ്പോൾ നിങ്ങളും പണിപ്പെട്ടിട്ട് വേണം ഇത് 0% എത്തിക്കാൻ. ഓക്കെ, അടുത്ത എയർലി മാരേജസും പ്രഗ്നൻസി റിസ്ക്. അതൊക്കെ കുറച്ച് പഴയ കാര്യങ്ങളാണ്, നിങ്ങൾ നിങ്ങളുടെ ലോജിക്കിൽ അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ അടുത്ത് പോവർട്ടി അറിയാം, കൂടുതലും റൂറൽ ഏരിയസ് ആണ്. ഈ ട്രൈബൽസിലൊക്കെ കുറച്ച് SC ST ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ കാണും. അപ്പൊ അവരുടേതായ രീതിയിൽ കുറച്ച് പോവർട്ടി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പിന്നെ ലാൻഡ്, സ്വന്തമായിട്ട് ലാൻഡ് ഒന്നും ഇല്ലാതെ, കാരണം അവർ കുടിയേറ്റക്കാരൊക്കെ ആയിട്ടാണ് സർക്കാർ കണ്ടത്, അതിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഓവർ ഡിപ്പെൻഡ്സ് ഓൺ അഗ്രികൾച്ചർ. പിന്നെ മൈഗ്രേഷൻ ടു സ്ലംസ്, ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ സിറ്റീസിലോട്ടുള്ള മൈഗ്രേഷന്. അത് കാരണം എന്താണ്, അൺഎംപ്ലോയ്മെന്റ്, ഇല്ലിട്രസിയും, കുറച്ച് അണ്ടർ ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിസാസ്റ്ററും, കടം, ലാർജ് ടൈംസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അടുത്ത് ഇല്ലിട്രസി പറഞ്ഞല്ലോ, കുറച്ച് എഡ്യൂക്കേഷന്റെ ഒരു കുറവ് കൊണ്ട് സ്കൂൾസ്, ടീച്ചേഴ്സ് ഒക്കെ കുറഞ്ഞു. അപ്പൊ അത് കാരണം ഈ കുട്ടികളൊക്കെ നേരത്തെ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ പ്യുവർ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ആയി. അടുത്ത അൺഎംപ്ലോയ്മെന്റ്, നാട്ടിലൊക്കെ എംപ്ലോയ്മെന്റിലെ കുറച്ച് വീഴ്ചകൾ വന്നു. മൈഗ്രേഷൻ, സിറ്റീസിലോട്ട് മൈഗ്രേഷൻ പോയി. അടുത്ത് ഹോംലെസ്നെസ് അത് വന്നു. എങ്ങനെയാ, അർബൻസിലോട്ട് ആൾക്കാർ പോയപ്പോ റൂറൽസിൽ ചെറുപ്പക്കാരൊന്നും ഇല്ലാതായി. അപ്പൊ അങ്ങനെ ഒരു പെട്ടെന്നൊരു ഇഷ്യൂ വന്നപ്പോ, പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നാട്ടിലൊന്നും ചെറുപ്പക്കാരെയൊക്കെ കിട്ടാതായി. പിന്നെ ക്രൈംസ് ആൻഡ് വയലൻസ്, ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ആയിരുന്നത് കൊണ്ട് തന്നെ വുമൺസിന് ഒരു കൺസിഡറേഷൻ കുറവ് കൊടുത്തു. അപ്പൊ അതുവഴി എന്താണ് കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നു. പിന്നെ എന്താണ് ഡൗറി ഡെത്ത്, അങ്ങനെ ഡൊമസ്റ്റിക് വയലൻസ്, ജെൻഡർ ഇൻഇക്വാലിറ്റി പോലുള്ള കുറച്ച് ക്രൈംസും വയലൻസും ഒക്കെ വന്നു. ഇത് ഇപ്പോഴൊന്നും ഇല്ല, അതാണ് പറഞ്ഞത്. വീണ്ടും പറയുകയാണ്, നിങ്ങൾ കുറച്ച് പിന്നോട്ട് ചിന്തിച്ച് നോർമലായിട്ട് അപ്പോഴുള്ള ഒരു ലോജിക്കൽ ബേസിസിൽ അങ്ങ് എഴുതുക. പിന്നെ ലാക്ക് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ അറിയാൻ നോക്കൂ, റോഡുകൾ കുറവായിരുന്നു, വാട്ടർ ഫെസിലിറ്റീസ് കുറവായിരുന്നു, ഇലക്ട്രിസിറ്റി കുറവായിരുന്നു, ഹെൽത്ത്, ഒരുപാട് കാര്യങ്ങളിൽ കുറവുണ്ടായിരുന്നു. അതാണ് ഈ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അടുത്ത അർബൻ പ്രോബ്ലംസും ഇതുപോലെ തന്നെയാണ്. കാരണം
പെട്ടെന്ന് ഒരുപാട് ആൾക്കാരെ മൈഗ്രേറ്റ് ചെയ്ത് വരികയാണ്. അപ്പൊ എന്താ ചെയ്യും? സിറ്റീസിന് എക്സ്പാൻഡ് ആയേ പറ്റൂ. ഇപ്പൊ ഒരു ചെറിയ വീട് വെച്ച ഒന്ന് രണ്ട് വീടിരുന്ന സ്ഥലം എല്ലാം പൊളിച്ച് അവിടെ വലിയ ഫ്ലാറ്റ് വെക്കുകയാണ്. അപ്പൊ ഒരു രണ്ട് ഫാമിലീസ് നിന്നിടത്ത് 10, 20, 30, 40, 50 ആൾക്കാരൊക്കെ ആ ഫ്ലാറ്റിൽ കുടിയേറി വന്നു. അപ്പൊ അങ്ങനെ സിറ്റീസിന്റെ സൈസ് കൂടി. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്താണ്? ഓവർ ക്രൗഡിങ് വന്നു, ഹൗസിങ്ങിന് ഇഷ്യൂ വന്നു. എല്ലാവരും ഇങ്ങനെ വന്ന് കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് ജോലി കിട്ടാതെ വന്നു. പിന്നെ അതുപോലെ സ്ലംസിന്റെ ചേരികളുടെ ഉത്ഭവം വന്നു. ചേരികൾ വരുമ്പോൾ ഓഫ് കോഴ്സ് അറിയാം, ആൾക്കാർ പെട്ടെന്ന് തിങ്ങിപ്പാർക്കണം. അല്ലെങ്കിൽ സിനിമയിലൊക്കെ ഉള്ള ചില സിനാരിയോസ് ഓർത്താൽ മതി. പെട്ടെന്ന് വെള്ളം കിട്ടുന്നില്ല, ഭയങ്കര ഇൻസാനിറ്റേഷൻ വരുന്നു, സീവേജ് പ്രോബ്ലംസ് വരുന്നു, ഭയങ്കരമായിട്ട് പൊല്യൂഷൻ കൂടുന്നു, വാട്ടർ പൊല്യൂഷനും എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, അങ്ങനെ എല്ലാ പൊല്യൂഷനും കൂടുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അർബൻ പ്രോബ്ലംസിൽ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ ഈ ഫീൽഡ് വർക്കൊക്കെ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ചെറിയൊരു ഐഡിയ എവിടെ കൂടെയെങ്കിലും കിട്ടിക്കാണും. അപ്പോ ഇത്രയേ ഉള്ളൂ. സൊസൈറ്റി, കമ്മ്യൂണിറ്റി എന്താണെന്ന് ആ ടേബിളിൽ വ്യക്തമായിട്ട് മനസ്സിലായി. അർബൻ പ്രോബ്ലംസ് മനസ്സിലായി, റൂറൽ പ്രോബ്ലംസ് മനസ്സിലായി. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് സിമ്പിൾ ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഒരു 15 മാർക്ക് സേഫ് ആണ്. 15 മാർക്ക് കിട്ടണമെന്നില്ല കേട്ടോ, ഒരു 12 to 13 മാർക്സ് ഒക്കെ സേഫ് ആണ്. അപ്പോ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ റെഫർ ചെയ്ത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക. ബാക്കി നോട്ട്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹൈലൈറ്റ്സിലുണ്ട്. അതെല്ലാം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓക്കെ, താങ്ക് യു.